एक बैठ के पानी पिए। नंबर 2 सीधा आग में पानी पीना। नंबर 3 പൊന്ന് ഷിയാബേ, ഈ സുന്നത്തെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന മുന്നേ വേറൊരു സുന്നത്തുണ്ട്. എന്താണെന്നറിയാം? പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക. ഈ ലോക തരികിടയായിട്ടുണ്ട് ഇപ്പൊ. ഇങ്ങെന്തിനാ UP-ലും അങ്ങും പോയി കുത്തിരിക്കേണ്ട ആവശ്യമോ? എനിക്കിവിടെ കേരളത്തിൽ സ്ഥലമില്ലേ? ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ. ഇവിടെ പൊറോട്ട അടിക്കുമ്പോൾ ആള് വേണം, പിന്നെ കൺസ്ട്രക്ഷൻ വർക്കിന് ആള് വേണം, ഇവിടെ ഡെലിവറി ബോയിന് ആവശ്യമുണ്ട്. അങ്ങനെ കേരളത്തിൽ തന്നെ ഒരുപാട് വേക്കൻസി ഉണ്ട്. ജ്യൂസ് പീടിയിലൊക്കെ ആള് വേണം. ഇതെല്ലാം വെച്ചിട്ട് ഇനി അങ്ങ് നോർത്ത് ഇന്ത്യ പോയി കുത്തിരിക്കല്ല. ഇനി ആദ്യം ഞാൻ സപ്പോർട്ട് ചെയ്തതിനു, പിന്നെ എനിക്ക് മനസ്സിലായി ഇനി വല്ലാത്ത ഈ ആള് സീതാ നഹിയെ ഉടായി പാത്മീയത്തും. ഇനി ഈ കണ്ട സുന്നത്തെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ഇവിടെ ലക്ഷക്കണക്കിന് ഇവിടെ ഉസ്താക്കന്മാർ ഇവിടെ കേരളത്തിലുണ്ട്, UP-യിലുണ്ട്, ആ ഭാഗത്തെല്ലായിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഇനിയിപ്പം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇവിടെ സുന്നത്ത് ബലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കണം, ബിസ്മി കൂട്ടണം. ഇതെല്ലാം നമ്മൾ പണ്ടേ പഠിച്ച കാര്യം തന്നെയാണ്. ഇനി കഴിയെങ്കിൽ എന്താക്കുക, ഒരു പണിക്ക് പോട് ഫസ്റ്റ്, എന്തെങ്കിലും ഒരു പണിക്ക് കാര്യം. ഇനി പോന്ന പോക്കിൽ ഇതൊന്നും ഇല്ലാലും ഇനി പറഞ്ഞ ഞാനും പടച്ചോനും തമ്മിലുള്ള ബന്ധം. ഞാൻ ഹജ്ജിന് പോകുന്നത് പടച്ചോനും വേണ്ടിയിട്ടാണ്. അത് പടച്ചോൻ അറിഞ്ഞാൽ മതി. എനക്കൊരാളെ പ്രശസ്തി വേണ്ട, എനക്കൊരാൾ ആദരവും വേണ്ട. ഞാനായിട്ട് പോന്നു, ഞാനായിട്ട് പേരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിക്ക് പോയിക്കൂടെ? എന്നാല് ഈ നേരെ പിന്നെ UP-യിലേക്കാ വേണ്ടേ? ആടെന്ന മക്കാമുണ്ട, ആടെന്ന ബദരീങ്ങൾ ജീവിച്ച നാടാ. എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്ക്. എന്റെ ഈ ഉടായ്പൊന്നും ആൾക്കാർക്ക് മനസ്സിലാണ്ടൊന്നല്ല. എനിക്കിപ്പോ മർസഡീസ് ബെൻസ് ഇല്ലാണ്ട് പുറത്തിറങ്ങാനാകുന്നില്ല അല്ലെ? വല്ലാത്ത അവസ്ഥ. കാളിക്കാൾ വെച്ചിരിയും എനിക്കറിയാം ഇത് കേരളത്തിൽ ഇത് വിളയൂല എന്നുള്ളത് എനിക്കറിയാം. അതാ ഇനി അങ്ങേക്ക് പിടിച്ചത്. എങ്ങനല്ലോ ഇനി ഒപ്പിച്ചൊപ്പിച്ച് ഹിന്ദിയും പറയുന്നുണ്ടല്ലോ. പിയേകാ പാനി സീതാത്തെ പാനി പിയോ. സുന്നത്ത് ഏറ്റവും വലിയ സുന്നത്താണ് എന്ത്? പണിയെടുത്ത് പൈസ ഉണ്ടാക്കല്. അതിഞ്ഞ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിപ്പോ ദേഹം മൊത്തം ചൊറി വന്ന ചങ്ങായി മൂക്കുമ്മൽ ഉണ്ണിയുള്ളവനാ സ്വീപ്പാക്കുന്ന പോലേക്ക് ഈ പരിപാടി. ഇഞ്ച പ്രസംഗം കേട്ടാ ഞാൻ വിചാരിച്ചു ഇഞ്ഞ ആളെ ഒക്കെയാണ്. ഇപ്പൊ ലോക തരികിട ഇഞ്ഞന്നെ ഉള്ള പറയുന്നത് എന്താ? എനിക്ക് ഇങ്ങ് പോറോ കേരളത്തിൽ? ഇഞ്ഞ ഇവിടുന്ന് ആരോ എന്താ പറഞ്ഞിക്കോ? എനിക്ക് ഇങ്ങ് പോറോ? ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒരു മദ്രസയിലെങ്കിലും പഠിപ്പിക്കാൻ കാര്യക്കോ ഉള്ള വിദ്യാഭ്യാസം വെച്ചിട്ട്. Inshallah, welcome to Kerala. Nice to meet you, please. Okay, Habibi, if you want happiness, please come to Kerala. Bemboli, welcome. Waiting for you.